അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ ഭീഷണിയിൽ ഇന്ത്യയുടെ വിദേശ നയം ആകെ തകിടം മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നരേന്ദ്രമോദി എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ട്രംപ് പരസ്യമായി പരിഹസിക്കുമ്പോൾ അതിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഗോദി മീഡിയകളടക്കം പ്രമുഖ ഇന്ത്യൻ മാധ്യമങ്ങൾ ബോധപൂർവ്വം മറച്ചുപിടിക്കുകയാണ്. ലോകത്തിനു മുന്നിൽ വിശ്വഗുരുവെന്ന് അവകാശപ്പെടുമ്പോഴും ട്രംപിന്റെ ഒരു ഫോൺ കോളിൽ റഷ്യയുമായുള്ള ദശകങ്ങളുടെ സൗഹൃദമാണ് ഇന്ത്യ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ പെട്ടെന്ന് നിർത്തിവെച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി റിലയൻസ് കമ്പനി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ അമേരിക്കയിൽ നിന്നുള്ള കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയാൽ മാത്രമേ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഒപ്പിടൂ എന്ന കടുത്ത നിലപാടിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ. ഒരു വശത്ത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിരുന്ന ഇന്ധനം നഷ്ടപ്പെടുന്നു, മറുവശത്ത് വിശ്വസ്ത സുഹൃത്തായ റഷ്യയെ പിണക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നുപോകുന്നത്. ഇതോടുകൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ നൽകിയ വലിയ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയാവുമെന്നതിൽ സംശയം വേണ്ട. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൺ എത്തിക്കുമെന്ന കരാർ ഒപ്പിട്ട മാസങ്ങൾ തികയും മുൻപെയാണ് ഇന്ത്യ ഈ പിന്മാറ്റം നടത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായും തകർക്കുന്ന നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തന്മൂലം റഷ്യയുമായുള്ള $69 ബില്യൺ വ്യാപാര ബന്ധം 10 ബില്യണിലേക്ക് താഴുകയും ചെയ്യും. ഇപ്പോൾ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണാൻ വിദേശകാര്യ മന്ത്രിക്കോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോ അനുവാദമില്ല. കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ട്രംപിന്റെ അടുത്ത സുഹൃത്തായ ഒരു ലോബിസ്റ്റ് ഫേമിനെ കോടികൾ നൽകി വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സാന്നിധ്യം അറിയിക്കാൻ ഇപ്പോൾ ഇടനിലക്കാർ വേണമെന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് നയതന്ത്ര രംഗത്തെ ഏറ്റവും വലിയ പരാജയമാണെന്ന് പറയാതെ വയ്യ. ഇതിനിടയിലാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തലിന് പ്രേരിപ്പിച്ച ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അമേരിക്ക റിക്കി ഗില്ലിന് അവാർഡ് നൽകുന്നതും. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും നയതന്ത്ര തീരുമാനങ്ങളിലും അമേരിക്ക നേരിട്ടിടപെടുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഈ നയതന്ത്ര അനിശ്ചിതത്വം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ബജറ്റിനെയും തകർക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വൈകുന്നത് കാരണം രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവാണ് ഇപ്പോൾ നേരിടുന്നത്. വരാനിരിക്കുന്ന ബജറ്റിൽ പോലും എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ കേന്ദ്ര സർക്കാർ കുഴങ്ങുകയാണ്. ഇറക്കുമതി തീരുവകളിൽ വരുത്തേണ്ട മാറ്റങ്ങളും രൂപയുടെ മൂല്യവുമെല്ലാം ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇത് കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ ബജറ്റ് തന്നെ അപ്രസക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും. കൂടാതെ കഴിഞ്ഞ 3 മാസത്തിനിടെ വിദേശ നിക്ഷേപത്തിൽ ഉണ്ടായ വന്നിടിവ് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ സൂചനയായി വേണം കാണാൻ. ഡോളറിന് മുന്നിൽ രൂപ പിടിച്ചു നിൽക്കാൻ പാടുപെടുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ കറൻസികൾ കരുത്ത് കാട്ടുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഭരണകൂടം മൗനം പാലിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് തങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് പ്രസ്താവന ഇറക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന് വേണ്ടിയുള്ള ഒരു വക്കാലത്തായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് നിർത്തുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വെറും പ്രദർശന വസ്തുവായി മാറുമ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുന്നു. ട്രംപിന്റെ മുൻപിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് നിസ്സഹായരായി നിൽക്കുന്നത് ലോകത്തിന് മുൻപിൽ നമ്മുടെ തല താഴ്ത്തുന്നതിന് തുല്യമാണ്. പണ്ടെങ്ങുമില്ലാത്ത വിധം ഇന്ത്യയുടെ നയതന്ത്രം ഇപ്പോൾ ഇടനിലക്കാരുടെ കൈകളിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.